2024 ഇന്ത്യൻ പൊതു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ രാജ്യത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം വലിയ രീതിയിൽ കലുഷിതമായിരിക്കുകയാണ്. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വൻതോതിലുള്ള ക്രമക്കേടുകൾ, വോട്ടർ പട്ടികയിലെ തിരിമറികൾ, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായ നിലപാടുകൾ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ. പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം ഈ വിഷയത്തിൽ നിരന്തരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളും അതിനോടുള്ള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ പ്രതികരണവും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് പുതിയ മാനം നൽകി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് തട്ടിപ്പ് നടന്നുവെന്ന ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതോടെയാണ് ഈ വിവാദങ്ങൾക്ക് തീവ്രതയേറിയത്. മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ഡേറ്റയിൽ തിരിമറികൾ നടത്തിയെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഈ ആരോപണങ്ങളെ സാധൂകരിക്കാൻ അദ്ദേഹം ചില ഉദാഹരണങ്ങളും രേഖകളും പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ബാംഗ്ലൂർ സെൻട്രലിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ 1,250,000 വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ഗുരുതരമായ ആരോപണം. വോട്ടർ പട്ടികയിലെ ഇരട്ട പേരുകൾ, ഒരേ വിലാസത്തിൽ 80ഓളം വോട്ടർമാർ എന്ന രീതിയിലുള്ള ബൾക്ക് രജിസ്ട്രേഷനുകൾ, വ്യാജമായ വിലാസങ്ങൾ എന്നിവ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ മോഷ്ടിക്കപ്പെട്ട വോട്ടുകളാണ് BJPയുടെ ലോക്സഭാ വിജയത്തിന് ഒരു പ്രധാന കാരണമെന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയുമായി കൂട്ടുകൂടി പ്രവർത്തിക്കുന്നുവെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തിരിമറികൾ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. പോളിംഗ് ബൂത്തുകളുടെ CCTV വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ കേവലം 45 ദിവസത്തേക്ക് മാത്രം പരിമിതപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ ആരോപണങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നവയായിരുന്നു.